നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ആരും മറക്കാനിടയില്ല അല്ലേ? എന്നാൽ പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർക്ക് പോലീസിന്റെ ക്ലീൻ ചിറ്റ് ലഭിച്ചു. ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നതാണ് വിചിത്ര വാർത്ത. വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ഒപ്പം ചേരുന്നു. രഘുനാഥ്, ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ആ കറുത്ത വാഹനം നിർത്തി അതിൽ നിന്നും ഇറങ്ങി വന്ന് ആക്രോശിച്ചുകൊണ്ട് തല്ലുകയാണ്. അതിന് മുൻപ് തന്നെ വളഞ്ഞിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെയൊക്കെ പേരെടുത്ത് വിളിക്കുന്നത് രക്ഷാപ്രവർത്തനം എന്നാണ്. ഈ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് ഇപ്പോഴത്തെ ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു. ഇനി ഇവർക്ക് ഉന്നത സേവനത്തിനുള്ള അല്ലെങ്കിൽ മികച്ച സേവനത്തിനുള്ള മാതൃകാപരമായ സേവനം നടത്തിയതിനുള്ള പതക്കം കൂടി കൊടുക്കുമായിരിക്കുമോ? അങ്ങനെ കൊടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അടുപ്പക്കാരെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത്. നമ്മൾ അജിത് കുമാറിൻ്റെ കാര്യം ഏറ്റവും അവസാനം കണ്ടതാണ്. ഘടകകക്ഷികളടക്കം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല. സ്വാഭാവികമായിട്ട് തന്നെ ഈ ഗൺമാനൊക്കെ മുഖ്യമന്ത്രിയായിട്ട് 10-25 വർഷമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് മൂത്തി പറഞ്ഞതുപോലെ ചിലപ്പം വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ അദ്ദേഹം മുൻകൈയെടുത്ത് നൽകിയാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ചുമതലയാണ് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കുക, അദ്ദേഹത്തിന് സുഗമമായി യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന യൂണിഫോമിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തുകയും നവകേരള ബസ് യാതൊരു വിധമായ കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്ത ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ഗൺമാൻ അൽകുമാറും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായിരുന്ന ഇപ്പോഴുമായ സന്ദീപും ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി വന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഗുണ്ടകളെ പോലെ, അല്ലെങ്കിൽ കോളേജിൽ ഒക്കെ ചില ഗുണ്ടകളും അല്ലെങ്കിൽ ചില എതിർകക്ഷിയിൽപ്പെട്ട ആളുകളെയൊക്കെ അടിച്ചു തകർക്കുന്ന നമ്മുടെ കോളേജ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ മോശം നിലവാരത്തിലാണ് അവരുടെ ശരീരഭാഷ ഉണ്ടായിരുന്നത്. അവരിറങ്ങി വന്ന് ഒരു ഗുണ്ടകളൊക്കെ സാധാരണ നിലയിൽ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ കള്ളന്മാരെയൊക്കെ തല്ലി ചതയ്ക്കുന്നത് പോലെ വന്ന് നിന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്നു മാത്രവുമല്ല, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക്, ഞാനിപ്പോൾ അതിൽ പരിക്കേറ്റ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കാണാനായി പോവുകയാണ്. കേസുവിൻ്റെ ജില്ലാ പ്രസിഡന്റ്. അയാൾ അല്പം വൈകും, കാരണം അയാൾ മത്സ്യത്തൊഴിലാളിയാണ്. അവിടെ പോയിട്ട് അയാൾ കടലിലെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അയാളെ കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരെ പ്രതിഷേധം സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയൊക്കെ വലിയ സമരപാരമ്പര്യം, CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ വലിയ സമരപാരമ്പര്യം നടന്ന പാരമ്പര്യമുള്ള സ്ഥലമാണ്. പക്ഷേ പാർട്ടിക്ക് ആലപ്പുഴയിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നതും വളരെ വ്യക്തമാണ്, സുവ്യക്തമാണ്. രഘു, ഒരു കാര്യം കൂടി, ഈ ക്ലീൻ ചിറ്റ് കൊടുത്തതിന് പറയുന്ന ഒരു കാരണം വളരെ വിചിത്രമായൊരു കാരണമാണ്. ഈ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നതാണ്. നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, കണ്ട കണ്ണിൽ കമ്പ് കൊണ്ട് കുത്തുക എന്നൊക്കെ പറയും പോലെയാണല്ലോ ഇതും. ഇനി മാധ്യമ സൃഷ്ടിയാണ് ഈ ദൃശ്യങ്ങൾ എന്ന് പറയുമായിരിക്കും അല്ലേ? അതെ, അച്ചടി മാധ്യമങ്ങൾ മാത്രമുള്ള കാലത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഇന്നത് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഈ കാലത്ത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വളരെ സജീവമായിരിക്കുന്ന ഈ കാലത്ത്, ഒരു ദൃശ്യം കണ്ടില്ല, കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ബാലിശമാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്, DYSPക്ക്, ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ DYSPക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ റിപ്പോർട്ട് മാത്രമേ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആദ്യഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് ഞാൻ ഇതൊന്നും കണ്ടില്ല, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ട് തന്നെ അതനുസരിച്ചുള്ള റിപ്പോർട്ട് മാത്രമേ. എന്നും മാത്രമല്ല, വളഞ്ഞു നിൽക്കാൻ പറയുമ്പോൾ മുട്ടയിൽ ഇഴയുമെന്ന് പറയുന്ന പോലത്തെ ഉദ്യോഗസ്ഥരാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിലുമുള്ളത്. വേണമെങ്കിൽ കോടതിയിൽ തെളിയിച്ചാൽ ശിക്ഷിക്കപ്പെടാവുന്ന 6 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളിട്ട് കേസെടുത്ത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലുമുള്ള നട്ടെല്ലിന്റെ ബലം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നില്ല. വേറെ ഏതിന്റെയോ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പോയപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ പരസ്പരം നമ്മൾ ചോദിക്കാറില്ലേ, നട്ടല്ലാണോ വാഴപ്പിണ്ടിയാണോ എന്ന് ചോദിക്കാറില്ലേ? അതെന്താണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കൊക്കെ തന്നെയാണ്. പക്ഷേ വാഴപ്പിണ്ടി ആയാലും എനിക്കതൊരു അലങ്കാരമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതുക്ക് മേലെ യാതൊരു ചോദ്യവും ചോദിക്കാനില്ല എന്നതാണ്.